അതെ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. സംതിങ് ഫിഷി എന്ന് പറയുന്നത് പോലെ ഞാൻ എക്സ്പെക്റ്റഡ് ആണ്. ഉണ്ണിയേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എല്ലാ വർഷവും ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് എനിക്ക് തരുന്നതാണ്. ഈ സമയത്തൊന്നും ഞാൻ ഫ്രെയിമിലില്ല കേട്ടോ. ഞാൻ വീട്ടിലായ നേരത്ത് ഉണ്ണിയേട്ടൻ നേരത്തെ പോയി ഫ്രണ്ട്സായിട്ട് പ്ലാൻ ചെയ്തതാണ് എല്ലാം. അങ്ങനെ നമുക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു എല്ലാം. നമ്മൾ ഇത്തവണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാലിഫോ കഫറ്റീരിയയിലാണ്. അങ്ങനെ ദേ എൻ്റെ എൻട്രിക്കുള്ള സമയമായിട്ട്. അങ്ങനെ ഫൈനൽ ടച്ചപ്പുകൾക്ക് ശേഷം അവർ നമുക്കായിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ദേ നമ്മളവിടെ എത്തി ഞാൻ മൊത്തം ഒന്ന് നോക്കി കണ്ടു എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നേ എന്നുള്ളത്. സത്യം പറയാലോ, ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി പോയിട്ടോ. കാരണം എക്സ്പെക്റ്റഡ് ആണെങ്കിലും ഇങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കേക്ക് ഉണ്ടായിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമ്മൾ കേക്ക് കട്ട് ചെയ്യും, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എന്തായാലും ഉണ്ണിയേട്ടന് താങ്ക് യു സോ മച്ച്. എപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വർഷവും ഫാമിലി ആയിട്ടാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. നമ്മളെപ്പോലെ തലയ്ക്ക് സുഖമില്ലാത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരിക്കലെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഉണ്ണിയേട്ടൻ സാധിച്ചെന്ന്. അതിന് വീണ്ടും താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കിന്. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും മേടിക്കുന്ന കേക്ക് ഹോമിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ട് ചെയ്താൽ പിന്നെ എന്തായാലും കുറച്ച് അലങ്കോലപ്പണികൾ ബാക്കി ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ അലങ്കോലപ്പണികൾക്ക് ശേഷം വീണ്ടും നമ്മൾ കേക്കുകൾ കൊടുത്ത് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. ആർക്കും കേക്ക് കിട്ടിയില്ല എന്നുള്ള പരാതികളൊന്നും ഉണ്ടാവരുതല്ലോ. കാലിഫോർണിയയിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മൾ കേക്കൊക്കെ കൊടുത്തായിരുന്നു. ഇന്ന് വന്നവർക്ക് എന്തായാലും ലക്കുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്റർ വേണമെന്ന് മുന്നേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അതങ്ങോട്ട് മാറിക്കിട്ടി. നമ്മളിപ്പോൾ സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെയാണ്. നമുക്ക് ഇന്ന് വീഡിയോ കൂടുതലും ഷൂട്ട് ചെയ്ത് തന്നത് ശാസ്തയാണ് കേട്ടോ. അതുകൊണ്ട് അവൻ കൂടുതൽ ഫ്രെയിമിലൊന്നും പെട്ടിട്ടില്ല. എനിക്കിപ്പോൾ ഈ കേക്ക് തരുന്നത് അവനാണ്. പറ്റിക്കാൻ നോക്കിയപ്പോൾ നീ തന്നിട്ട് പോയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ. അങ്ങനെ അവൻ്റെ നിന്ന് കേക്കൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. കേക്ക് കഴിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് കടക്കുകയാണ്. കാരണം ഗിഫ്റ്റ് തരാതെ ഒരെണ്ണത്തിന് ഞാൻ വിടില്ല എന്ന് പറഞ്ഞിരുന്നു. ചുമ്മാ പറഞ്ഞതാണ്. അങ്ങനെ അവർ ഗിഫ്റ്റൊക്കെ തന്നായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ വക വീണ്ടും എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിരുന്നു. ഇവൻ എന്തേ കാണിക്കുന്നേ? അവരുടെ ഗിഫ്റ്റ് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തു. നിറയെ ചോക്ലേറ്റ്സ് ആയിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ പെറുക്കിയെടുത്തായിരുന്നു. ബാക്കി അവർക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ണിയേട്ടൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ വകയായിരുന്നു എല്ലാവർക്കും ട്രീറ്റ്. നമുക്കിന്ന് ഫുഡ് ഉണ്ടാക്കി തന്നതും ഈ സെറ്റപ്പ് ഒരുക്കി തരാനുള്ള സൗകര്യം ചെയ്തു തന്നതും എല്ലാം നമ്മുടെ കാലിഫോ കഫറ്റീരിയയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതും ഫുഡായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും